സത്യവചനം കേട്ടു നീവാ, നിത്യജീവൻ നിനക്കേകിടുമേ. സത്യവചനം കേട്ടു നീവാ, നിത്യജീവൻ നിനക്കേകിടുമേ. നിന്തരും ജീവാ പുസ്തകത്തിൽ ഉണ്മയായിരുന്നു എഴുതിയുമേ. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. തീരാത്ത പാപം വ്യാധിയെയും മാറാത്ത എല്ലാ ബലഹീനവും, തീരാത്ത പാപം വ്യാധിയെയും മാറാത്ത എല്ലാ ബലഹീനവും, പോരകുരിശിൽ ചുമന്നു നിന്നെ സൗഖ്യമാക്കിയാനടി പിണരാൻ. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഉലകമായ അഴകു സമം അതുനമ്പാതെ മയക്കും നിന്നെ. ഉലകമായ അഴകു സമം അതുനമ്പാതെ മയക്കും നിന്നെ. മരണമൊരു നാൾ വന്നിടുമേ, മറക്കാതെ നിന്റെ ചതനെ. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്ത്യവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ദൈവവചനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മറ്റുള്ള പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദൈവവചനത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളൊരു വിഷയമാണ് നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ലോകത്തിൽ അനേക പുസ്തകങ്ങൾ അനേക അറിവുകൾ നൽകി തരുന്നുണ്ട്. ശാസ്ത്രലോകത്തിന് അനേക വിജ്ഞാനങ്ങൾ നൽകി തരുവാൻ പുസ്തകങ്ങൾ കൂടെ സാധിച്ചിട്ടുണ്ട്. അറിവുകൾ ലഭിക്കണമെങ്കിൽ പുസ്തകത്തിലൂടെയാണ് കൂടുതൽ ലഭ്യമാകുന്നത്. ചില പുസ്തകങ്ങൾ നമുക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരും. ചില പുസ്തകങ്ങൾ നവീകരണത്തിലേക്ക് നമ്മളെ വഴി നടത്തും. അതായത് പഴയ ചിന്തകളും ആചാരങ്ങൾക്കും കീഴടങ്ങി എക്കാലവും അതിനെ പിന്തുടരുന്നവർക്ക് പുത്തൻ ആശയവുമായി രംഗപ്രവേശനം ചെയ്ത ചിന്തകളും അറിവുകളും പലരെയും പഴയതിൽ നിന്ന് പുതിയതിലേക്ക് വഴി നടത്തും. അത് നവീകരണം എന്ന് പറയാം. ചിലർ ഉൾക്കൊള്ളും, ചിലർ തിരസ്കരിക്കും. തോമസ് ആൽവ എഡിസൺ മണ്ണെണ്ണ വിളക്കിൽ നിന്നും ബൾബുകളിലേക്ക് ജനത്തെ നവീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിച്ചപ്പോൾ ആ നല്ല ആശയത്തെ എതിർത്തവരുമുണ്ട്, ഏറ്റെടുത്തവരുമുണ്ട്. മോശ മൂലം ലഭിച്ച ന്യായപ്രമാണങ്ങളും കൽപ്പനകളും യേശുക്രിസ്തു ഭൂമിയിൽ തന്റെ ശുശ്രൂഷ നിവർത്തിച്ചപ്പോൾ 10 കൽപ്പനകളെ 2ആക്കിയെങ്കിലും പഴയതിൽ നിന്ന് പുതിയതിലേക്ക് മാറുവാൻ ജനത്തിന് സാധ്യമല്ലാതെ വന്നു. 613 കൽപ്പനകൾ യഹൂദന് മുടക്കം കൂടാതെ ചെയ്യേണ്ടിയിരുന്ന സ്ഥാനത്ത് യേശു അത് 2ആക്കി മാറ്റിയിട്ടും പഴയത് മാത്രം ഇഷ്ടപ്പെട്ടവരാണ് യേശുവിനെതിരായി നിലകൊണ്ടത്. കത്തോലിക്ക സഭയുടെ ആചാരങ്ങൾക്ക് മാറ്റം വരുത്തുവാനും അതിനെതിരെ ശബ്ദിക്കുവാനും മാർട്ടിൻ ലൂതർ എന്ന നവീകരണ പ്രസ്ഥാനത്തിലേക്ക് അടിത്തറപ്പായി. ഞാൻ പറയുന്നതിന്റെ സാരം, അനേക പുസ്തകങ്ങൾ അറിവ് നൽകി തരും. പല ആശയങ്ങളും നവീകരണത്തിലേക്ക് പലരെയും നടക്കും. എന്നാൽ സത്യവേദ പുസ്തകം മാത്രമേ മനുഷ്യനെ രൂപാന്തരത്തിലേക്ക് നടത്തുകയുള്ളൂ. പാവവഴിയിൽ നിന്നും യാത്ര ചെയ്യുന്ന മനുഷ്യർക്ക് രൂപാന്തരം നൽകുവാൻ ഈ ലോകത്തിലെ ഒരു പുസ്തകത്തിന് സാധ്യമല്ല. എന്നാൽ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കുന്ന ഒരേ ഒരു പുസ്തകം സത്യവേദ പുസ്തകത്തിൽ മാത്രമാണ്. ഈ പുസ്തകത്തിന്റെ സവിശേഷത എന്നാൽ എല്ലാ തിരുവെഴുത്തുകളും ദൈവശാസ്ത്രീയമാണ്. മനുഷ്യന്റെ പാവവഴിയിൽ നിന്നും ജീവന്റെ വഴിയിൽ എത്തിപ്പാൻ ലോകത്തിലേക്ക് മറ്റു ഒരു പുസ്തകത്തിന് സാധ്യമല്ല. യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷണ പ്രവർത്തികൾ തെളിയിച്ചും അറിവ് പകർന്ന് നൽകുന്ന ഗ്രന്ഥമാണ് ബൈബിൾ. ഈ അടുത്ത സമയങ്ങളിൽ
മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ് കന്യമറിയാമിന്റെ വിഷയം. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുതെന്നും ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും യാതൊന്നിന്റെയും പ്രതിമ അരുത് എന്ന് ദൈവം കൽപ്പിച്ചിരിക്കുമ്പോൾ പള്ളികളിൽ രൂപക്കൂട്ടുണ്ടാക്കിയും സകല ദൂതന്മാരുടെയും പുണ്യവാളന്മാരുടെയും യേശുവിന്റെ അമ്മ മറിയയുടെയും പ്രതിമകൾ വെച്ച് വണങ്ങുന്നതും മധ്യസ്ഥ അണയ്ക്കുകയും ചെയ്യുന്നത് വചനവിരുദ്ധമല്ലേ? ലോകരക്ഷകനായ യേശുവിനെ മാത്രമേ ആരാധിക്കാവൂന്ന് തെളിയിക്കുന്ന സംഭവമാണ് വിദ്വാൻമാർ യേശുവിനെ കാണാൻ ചെന്നത്. പൊന്ന്, മൂര്, കുന്തിരിക്കം എന്നിവ കാഴ്ചയുമായി യേശുവിന്റെ അമ്മയായ മറിയോടുകൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു എന്നിട്ടാണ് അവർ കാഴ്ചവെച്ചത്. പൊന്ന് യേശുവിന്റെ രാജ്യത്വത്തെയും മൂര് പ്രവാചകത്വത്തെയും കുന്തിരിക്കം യേശുവിന്റെ പൗരോഹിത്യത്തെയും കാണിക്കുന്നു. യേശുവിന്റെ അമ്മ മറിയയ്ക്ക് യേശു രക്ഷകനായിരുന്നുവെന്ന് ലൂക്കോസ് 2:47 പറയുന്നുണ്ട്. എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. മറിയത്തിന്റെ യേശുവിനെ പ്രസവിച്ചത് മൂലം യേശുവിന്റെ അമ്മയെന്ന് വിളിക്കാം. എങ്കിലും യേശു മറിയത്തെ അമ്മയെന്ന് സംബോധന ചെയ്തിട്ടില്ല, സ്ത്രീയെ എന്ന് മാത്രമാണ് വിളിച്ചത്. ക്രൂശിൽ കിടക്കുമ്പോഴും അമ്മയോട് പറഞ്ഞത്, സ്ത്രീയെ ഇതാ നിന്റെ മകനെന്നാണ് യോഹന്നാനോട് പറഞ്ഞത്, ഇതാ നിന്റെ അമ്മയെന്ന്. പ്രിയ ശ്രോതാക്കളെ, മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന ഒരേ ഒരു പുസ്തകം ലോകത്തിലുള്ളത് സത്യവേദ പുസ്തകം മാത്രമാണ്. അതിന് കാരണം വചനമായിരുന്നവനാണല്ലോ ജഡരൂപമായി ഭൂമിയിൽ അവതരിച്ചത്. ആയാൽ അവിടെയും ഇവിടെയും കാണുന്നതിലും കേൾക്കുന്നതിലും വിശ്വസിക്കാതെ മനുഷ്യനെ പാപത്തിൽ നിന്നും രക്ഷിച്ചെടുത്ത ലോകരക്ഷിതാവായ യേശുവിൽ വിശ്വസിക്കുകയും യേശുവിൽ പ്രത്യാശ വയ്ക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി മാത്രം ഒരുക്കപ്പെട്ടിരിക്കുന്ന ഇടമാണ് സ്വർഗം. അതിന്റെ അവകാശികളായവരെ ചേർക്കുവാൻ യേശു വാനമേഘ പ്രത്യക്ഷപ്പെടുവാൻ കാലമായി. അതിനുള്ള ഒരുക്കത്തോടെ ആയിരിക്കുവാൻ ദൈവമായ കർത്താവ് ഏവർക്കും കൃപ ചെയ്യട്ടെ. ദൈവം ഇവരെയും അനുഗ്രഹിക്കട്ടെ. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.